ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബോസ് ഞാൻ അമ്മയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത്രയൊക്കെ നീ അമ്മയെപ്പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും അമ്മയോട് പോയിട്ട് അമ്മ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം മലയാളിയാണ്, പക്ഷേ അമേരിക്കയിലൊക്കെ ജനിച്ചു വളർന്ന ഒരാളാണ്. മലയാളം സംസാരിക്കും പക്ഷേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളർന്ന അമേരിക്കയല്ല ഞങ്ങളുടെ കൾച്ചർ. ഇവിടെയൊക്കെ പോയിട്ട് അമ്മയോടൊക്കെ പോയിട്ട് അങ്ങനെ ഐ ലവ് യു എന്നൊന്നും പറയില്ല. സ്നേഹമൊക്കെ ഞങ്ങളുടെ മനസ്സിലാണ്, ഞങ്ങളങ്ങനെയൊന്നും പ്രകടിപ്പിക്കില്ല. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എടുത്ത് വേറൊരു പുസ്തകം എടുത്തൊക്കെ കുറേ റെഫറൻസ് കാണിച്ചു. പ്രകടിപ്പിക്കാത്ത സ്നേഹം അല്ലെങ്കിൽ അറിയിക്കാത്ത സ്നേഹം അത് സ്നേഹമല്ല. സ്നേഹം എന്നത് ലവ് ഇസ് ഗിവിങ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിച്ചു. എൻ്റെ വയസ്സിൽ എനിക്കൊന്നും ശരിക്കും മനസ്സിലായില്ല. എനിക്കൊന്ന് ആലോചിക്കാൻ കൂടി പറ്റില്ല ആ സമയത്ത്. അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് അമ്മ ഐ ലവ് യു എന്നൊക്കെ പറയുന്നതൊക്കെ, എന്തെങ്കിലും പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാം. അല്ലെങ്കിൽ അസുഖമുള്ള സമയത്ത് അമ്മ വന്ന് അടുത്ത് തലയൊക്കെ ഒന്ന് ഒഴിഞ്ഞിടും. അല്ലെങ്കിൽ അമ്മയെ തൊട്ട് സംസാരിക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. അങ്ങനത്തെ ഒരു കുടുംബം, അങ്ങനത്തെ സംസ്കാരത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നത്. പക്ഷേ ഇയാൾ പറഞ്ഞത് ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ വെറും വാക്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം, നല്ലൊരു പുഞ്ചിരി, ഒരാളെ കണ്ട് നമ്മൾ പുഞ്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആപത്ത് നേരത്തെ സഹായം ചെയ്യുന്നതായിരിക്കാം. നമ്മൾ വേദനിപ്പിച്ചവരെ കൂടി പോയിട്ട് വിഷമിക്കേണ്ട, അവർക്ക് എന്തെങ്കിലും കഷ്ടപ്പെടുന്ന സമയത്ത് ഓടിപ്പോയി അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക. അങ്ങനെയൊക്കെയാണ് സ്നേഹത്തിനെ പ്രകടിപ്പിക്കേണ്ടത്. ഒന്നുമല്ലെങ്കിൽ അവരൊന്നും വേദനിപ്പിക്കാതിരിക്കാം, ഒന്നും ചെയ്യാം അല്ലേ. അങ്ങനെയൊക്കെ കുറേ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് അറിവുകൾ വരാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്തായിരുന്നു ഇയാൾ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ലൈഫ് ടൈം ഞാൻ മനസ്സിലാക്കി. പിന്നെ കുറേ പ്രസംഗങ്ങളും അതും നമ്മൾ കേൾക്കുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. സോ ഫൈനലി ഐ അണ്ടർസ്റ്റുഡ് ലവിങ് ഈസ് നത്തിങ് ബട്ട് ഗിവിങ്, നോട്ട് എക്സ്പെക്റ്റിംഗ് ഓർ റിസീവിങ്. അതെനിക്ക് ക്ലാരിറ്റി വന്നു. ഒരു പ്രതീക്ഷയും വേണ്ട, ആരും നമുക്കൊന്നും തരണ്ട, സ്നേഹം പോലും നമുക്ക് തരണ്ട. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യാചിക്കുന്നതിന് സമമാണ്. അല്ല, ഒരാൾ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് പോലും ഒരു ദൈവത്തോടുള്ള യാചനയാണ്. ദൈവത്തോട് നന്ദിയല്ലേ പറയേണ്ടത്? ദൈവത്തിന് അറിയാം നിനക്ക് എന്താ തരേണ്ടത്. എങ്കിലും നമ്മുടെ ഒരു പരിഭ്രമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാതെ ഒന്നും പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ നമ്മൾ ഇത്രയും കാലം ശീലിച്ചും വന്നു. പക്ഷേ അധികം മനസ്സിലാക്കിയത് നമ്മൾ നന്ദി അർപ്പിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണം എന്നാണ്. സോ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലുള്ള സമയത്ത്, ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. നല്ലൊരു തമാശയായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. പക്ഷെ ആ തമാശയ്ക്കുള്ളിലും കുറച്ച് ആലോചിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അതിലുണ്ട്, കണ്ടന്റ് ഉണ്ട്. പൊതുവേ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭർത്താക്കന്മാരുള്ള ഭാര്യയ്ക്കും ഭർത്താവിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഒരു അർത്ഥമില്ലാത്ത തമാശകൾ പറഞ്ഞ് അതിനെ അബ്യൂസ് ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അതിൽ എതിരാണ്. പക്ഷേ ഈ മെസ്സേജ് നമുക്കൊരു തമാശപൂർവ്വം പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് അവരൊരു ഒരു സ്പിരിച്വൽ റിട്രീറ്റിന് പോവുകയാണ്. നമ്മളൊക്കെ തിരുവനന്തപുരത്തൊക്കെ വന്നല്ലോ, അതുപോലെ ഒരു റിട്രീറ്റിന് പോവുകയാണ്. അവിടെ പോയിട്ട് എന്തിനാണ് റിട്രീറ്റിന് പോകുന്നത്? ആ റിട്രീറ്റിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെ കുറച്ചുകൂടി ദൃഢപ്പെടുത്താൻ, കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് റിട്രീറ്റ്. അപ്പോൾ അതിലൊരു ഒരു സ്വാമിജി ഉണ്ടായിരുന്നു, വയസ്സായ ഒരു സ്വാമിജിയാണ്. അദ്ദേഹത്തെയൊക്കെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു, എല്ലാം ചെയ്തു. ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ ആരൊക്കെയാണ് നിങ്ങളുടെ ഭർത്താവിനെ അത്യധികം സ്നേഹിക്കുന്നത്? അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് അടുത്ത കാലത്ത് ഭർത്താവിനോട് ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു, ഐ ലവ് യു, എനിക്ക് നിങ്ങളോട് അധികം സ്നേഹമുണ്ട് എന്ന് എപ്പോഴാണ് നിങ്ങൾ അറിയിച്ചത്? അല്ലെങ്കിൽ ഒരു കാതിലോ, അല്ലെങ്കിൽ തമാശയിലോ, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടോ, അല്ലെങ്കിൽ തനിച്ച് നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് നിങ്ങൾ വലിയ ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷപ്പെടുത്തിയത് അടുത്ത കാലത്ത് ആരൊക്കെയാണ് ചെയ്തത്? അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഞാൻ പുറപ്പെടുന്ന സമയത്ത്, 3-4 പേര് പറഞ്ഞു, പുറപ്പെടുന്ന സമയത്ത് ഞാൻ നിങ്ങളെ മിസ് ചെയ്യും, ഐ ലവ് യു എന്ന് പറഞ്ഞു കുറച്ച് സ്ത്രീകൾ.
കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു എനിക്ക് ഓർമ്മയേ ഇല്ല, സത്യം പറഞ്ഞു, എനിക്ക് ഓർമ്മയേ ഇല്ല എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ, മൊബൈൽ ബാഗിൽ നിന്ന് എടുക്കൂ, നിങ്ങളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു. ഒരു സ്വിച്ച് ഓഫിലായിരുന്നു, സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. അത് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത്, മൈ ലവ്, ഐ ലവ് യു വെരി മച്ച് ആൻഡ് ഐ വാല്യൂ എവറിത്തിങ് യു ഡു ഫോർ മീ ആൻഡ് അവർ ബ്യൂട്ടിഫുൾ ഫാമിലി, ഐ ലവ് യു. എൻ്റെ പ്രിയ കാന്താപ്രിയ വല്ലഭനെ എന്നുള്ള അർത്ഥത്തിൽ ഐ ലവ് എന്നുള്ളതിന് അർത്ഥമാണ് അത്. എൻ്റെ പ്രിയ ഭർത്താവെ, ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മനോഹരമായ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാം അതിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. ഐ ലവ് യു എന്നുള്ളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. അപ്പം എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങൾ അയക്കൂ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഹസ്ബൻഡിൻ്റെ റിപ്ലൈ, അത് ഇപ്പോഴൊക്കെ SMS വന്നാലും വോയിസ് മെസ്സേജ് വന്നാലും അത് റീഡ് ചെയ്യല്ലോ, ലൗഡിൽ കിട്ടുന്ന അതൊക്കെ സ്പീക്കറിൽ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും അയച്ച മെസ്സേജ് അത് ഓരോന്നും ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരാൾ ചോദിക്കുകയാണ്, ആ മെസ്സേജ് കണ്ടിട്ട്, ഭാര്യയെ തന്നെ സ്നേഹിക്കുന്നവരുടെ മെസ്സേജ് കണ്ടിട്ട് അയാൾ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേ? അടുത്ത മെസ്സേജ്, എൻ്റെ ദൈവമേ ഇതെന്താണിത്, നിൻ്റെ കാറ് വലുതും എവിടെയെങ്കിലും ഇടിച്ചോ നീ? അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണോ ഈ ഐ ലവ് യു പറയണതെന്ന്. മൂന്നാമത്തെ ആൾ പറയാണ് തൻ്റെ ഭാര്യയോട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിനക്ക് എന്ത് പറ്റി? നാലാമത്തെ ആള്, നീ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് ചെയ്തത് കൊണ്ട് അത് ക്ഷമ ചോദിക്കുന്നതിന് മുമ്പുള്ള നിന്റെ പരിപാടിയാണിത്, നീ എന്താ തെറ്റ് ചെയ്ത് അത് പറയിപ്പോൾ. അടുത്ത ആള്, നീ നിനക്ക് വാസ്തവത്തിൽ എന്താ പറ്റിയ, നീ വല്ല ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചോ, വല്ല ഡ്രഗ്സ് വല്ലതും കഴിച്ചോ? അങ്ങനെ നീ ചുറ്റിക്കളിയൊന്നും വേണ്ട, നീ സത്യം പറയും, നിനക്ക് എത്ര പണം വേണ്ടത്? നീ റിട്രീറ്റിന് പോയിരിക്കുകയാണ്, നിനക്ക് എത്ര പണം വേണ്ടത്? ഞാനിപ്പോൾ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, നീ ഇങ്ങനെ എന്നെ കളിപ്പിക്കല്ലേ. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വയ്യ. ഏഴാമത്തെ ആള്, ഇതെന്താണ്, എൻ്റെ സ്വപ്നമാണോ? അല്ല, ഈ മെസ്സേജ് തെറ്റി നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു മെമ്പറിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് ആണോ എന്ന് അദ്ദേഹം തമാശപൂർവ്വം ചോദിക്കുകയാണ്. ഒരാൾ ദേഷ്യപ്പെട്ട് പറയാണ്, എനിക്കിത് ആരാണ് എൻ്റെ വൈഫിൻ്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്, ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്, എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് ഒരാൾ. പക്ഷേ ഏറ്റവും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആരുടെ നമ്പറാണ്? എൻ്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് നിങ്ങളെ പരിചയമേ ഇല്ല, നിങ്ങൾ ആരാന്ന് അറിയാനായിട്ട് എനിക്ക് അത്യാവശ്യം അറിയണം, നിങ്ങളുടെ ഫോട്ടോ എനിക്ക് ഉടനെ അയക്കുന്നു. അർത്ഥം തൻ്റെ ഭാര്യയുടെ നമ്പർ പോലും ഇയാൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല, ഭാര്യയുടെ നമ്പർ അറിയുമില്ല. പക്ഷേ ഈ അവസാനത്തെ പറഞ്ഞ ആ ആൾക്കാണ് കുറച്ച് പേര് പറയുന്നത്, നിറയെ പേർക്ക് ഭാര്യയുടെ നമ്പർ പോലും അറിയില്ല. അപ്പം ഇതിനൊരു തമാശയായിട്ടൊക്കെ നമ്മൾ ചിരിച്ച് കേട്ടാലും കൂടി ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു, കുറച്ച് കൊല്ലം ജീവിക്കുന്നു, ഒരു ബോറിങ്, ഒരു മൊണോട്ടണസ് ബോറിംഗ് ഡീൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആകുന്നതുകൊണ്ടായിരിക്കാം ഇക്കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ കുറച്ച് 60കളിലൊക്കെ ജനിച്ച ആൾക്കാർ, അവരെയൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ഇല്ല. പ്രത്യേകിച്ച് ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചധികം സമയമുണ്ട് ഭർത്താവിനെ സ്നേഹിക്കാനൊക്കെ. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അത് പറ്റുന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊണ്ടാലും, ഭാര്യയും ഭർത്താവുമുള്ള ബന്ധത്തിൽ, ഇത് ഭാര്യയും ഭർത്താവുമുള്ള ബന്ധത്തിൽ മാത്രമല്ല അത് പറയുന്നത്, മകനായാലും മകളായാലും സ്വന്തം ബന്ധങ്ങളായാലും ഫ്രണ്ട്സ് ആയാലും, നമുക്ക് അവരോടുള്ള സ്നേഹം. ഒരു പിറന്നാളിന് എനിക്ക് അടുത്ത കാലത്ത് വളരെ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു പരിചയക്കാർ, ഫാമിലി ഫ്രണ്ട്സ്, ഞങ്ങളുടെ അഡ്രസ്സ് മാറിപ്പോയി, അവർക്ക് അഡ്രസ്സ് അറിയില്ല, എവിടെയൊക്കെയോ ഒരു അന്വേഷിച്ചിരിക്കുന്നു എൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു ഷർട്ട് അയക്കാനായിട്ട്. എനിക്ക് ഈ കാര്യം അറിഞ്ഞപ്പോൾ ഹൃദയം നിറഞ്ഞു പോയി. എനിക്ക് 1000 ഷർട്ട് എനിക്ക് കിട്ടിയതുപോലെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഓരോ ദിവസം മെല്ലെ എൻ്റെ ബീറോ ഒക്കെ ക്ലീൻ ചെയ്യുകയാണ്, കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഡ്രസ്സിനോട് ഒന്നിനും എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. വളരെ ലളിതമായ ഡ്രസ്സ് ഇടാനാണ് ആഗ്രഹം. പക്ഷെ കുടുംബക്കാരും എൻ്റെ ചേച്ചിയും മക്കളും എല്ലാവരും എനിക്ക് കുറേ ഡ്രസ്സുകൾ തന്ന് ഇങ്ങനെ കൂമ്പാരം പോലെ കൂട്ടിയിരിക്കുകയാണ്, പുതിയ ഡ്രസ്സുകൾ. ഈ കൊല്ലം കൂടി കുറേ ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഇവർ മെല്ലെ 10 ഷർട്ടൊക്കെ അയക്കുന്നത്.
പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് കൊല്ലം എത്രയോ ഷർട്ട്സ് ഞാൻ വാങ്ങിച്ചു പിറന്നാളിൽ. പക്ഷേ എനിക്ക് അയക്കാനായിട്ട് അവർ ശ്രമിച്ച് അയക്കാൻ പറ്റാതിരുന്നത് അതിനുശേഷം പിന്നെ എൻ്റെ അഡ്രസ്സ് കിട്ടി എനിക്കത് ഏൽപ്പിച്ചു. ആം, പക്ഷെ ആ ഒരു ഷർട്ട് എന്നെ അധികം സന്തോഷപ്പെടുത്തി. കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ആ സൗഹൃദത്തിനൊക്കെ എന്തൊരു ഭംഗിയാണ്. പറഞ്ഞു വന്നത്, നമുക്ക് ആരോടെങ്കിലൊക്കെ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മമാർ തീർച്ചയായിട്ടും മക്കളെ സ്നേഹിക്കുന്നുണ്ട്, മക്കൾ തീർച്ചയായിട്ടും അമ്മമാരെ സ്നേഹിക്കുന്നുണ്ട്, സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ട്, കരുണയുണ്ട്. പക്ഷേ ഇന്നത്തെ യാന്ത്രിക ജീവിതത്തിൽ ആർക്കും ആരോടും സംസാരിക്കാൻ സമയമില്ല. ഞാനും എൻ്റെ വൈഫ് ബിജിയും കൂടി ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റ് പോയിരുന്നു. ഒരു അമ്മൂമ്മ, ഒരു മുത്തശ്ശൻ, അവരുടെ മകൻ, മകൻ്റെ ഭാര്യ, 3 മക്കൾ, ഇത്ര പേരുമായിരുന്നു. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് എവിടെയോ പരിചയപ്പെട്ട പോലെ ഉണ്ടല്ലോ, ശരി സംസാരിക്കാൻ പോകണ്ട എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്ര പേരും ആ അമ്മൂമ്മയടക്കം മൊബൈൽ നോക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മകനുണ്ടല്ലോ, ഗൃഹനാഥൻ, അയാളാണ് ഇപ്പോഴത്തെ ഗൃഹനാഥൻ. അദ്ദേഹം എല്ലാവർക്കും ആരോട് ചോദിക്കുന്ന പോലും ഇല്ല, അദ്ദേഹം തന്നെ എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്യുന്നു. ആ ഫുഡ് വരുമ്പോഴും ആ ഫുഡിനെ കൂടി നോക്കുന്നില്ല, അവരിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടേ കഴിക്കുകയാണ്. അങ്ങനെ ഒരു രണ്ടാമത്തായിട്ടും മൂന്നാമത്തായിട്ടൊക്കെ ഇയാൾ ഓർഡർ ചെയ്യുന്നു, അവർ കഴിക്കുന്നു, ബില്ല് ഇയാൾ കൊടുക്കുന്നു. വരൂ വരൂ പോകാം എന്ന് അയാൾ പറയുന്നു. ഇയാൾ മൊബൈൽ നോക്കിയിട്ടാണ് കഴിക്കണേ. അത് കഴിഞ്ഞ് പാതി പേര് മൊബൈൽ നോക്കിക്കൊണ്ടേ നടന്ന് ഹോട്ടലിന് പുറത്ത് പോയി കാറിൽ കയറുന്നു. ബാക്കിയുള്ള ആൾക്കാർ கொஞ்சம் താഴെ വീഴരുതെന്ന് വെച്ചിട്ട് അവർ മൊബൈൽ ബാഗിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോക്കറ്റിൽ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ എവിടെയാണ്, അപ്പോൾ എന്തിനാ അവർ ഒന്നിച്ച് അവിടെ കഴിക്കാൻ വരുന്നത്? അവിടെയെങ്കിലും സംസാരിച്ച് സന്തോഷമായിട്ട് ആഹാരം കഴിക്കുമ്പോഴെങ്കിലും മൊബൈലിന് ഒരു റെസ്റ്റ് കൊടുത്തൂടെ? അത് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ മൊബൈലിനാണ് ഡയറ്റിംഗ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കുക മാത്രമല്ല, നമ്മൾ അറിയിക്കേണ്ടതും, നമ്മളത് സന്തോഷമായിട്ട് ആ സ്നേഹത്തിന് അങ്ങോട്ട് നൽകേണ്ടതാണ്. പ്രതീക്ഷിക്കൊന്നും വേണ്ട, തിരിച്ചു വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്നേഹം കൊടുത്താൽ എങ്ങനെയാണ് സ്നേഹം തിരിച്ച് വരാതിരിക്കുക? എങ്കിലും പ്രതീക്ഷിക്കാതിരിക്കാം. ഒരു പ്രതീക്ഷയും ഇല്ലാതെ കൊടുക്കുന്ന ആ സ്നേഹം അത്യധികം മനോഹരമാണ്. സോ ലെറ്റ്സ് ലവ്. അന്ന് ആ കാലമല്ല, കുറച്ച് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആ കാലത്ത് ആം, എന്നോട് ഐ ലവ് യു എന്നൊക്കെ അമ്മയോട് പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ ഓർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ ലവ് യു എന്നൊക്കെ പറയാനായിട്ട് എൻ്റെ അമ്മ ഇല്ല. പക്ഷെ അമ്മയെ ഞാൻ സ്നേഹിച്ചു, പക്ഷേ ഒരിക്കലും ഞാൻ അമ്മയോട് പോയിട്ട് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടായിരിക്കും എന്നൊക്കെ ഞാനങ്ങനെ വിചാരിച്ച് കാണണം. അത് കേൾക്കുന്ന അമ്മയ്ക്ക് മനസ്സിലാവും. ഞാൻ സ്വർഗത്തിൽ പോകുന്ന സമയത്ത് എൻ്റെ അമ്മയെ കാണുന്ന സമയത്ത് ഐ ലവ് യു എന്ന് ഞാൻ പറഞ്ഞേക്കാം. ആ, അങ്ങനെയാണ് എനിക്കിപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്. എനിവേ, എൻ്റെ PMC ഗ്രൂപ്പിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും, ചേച്ചിമാർക്കും, അമ്മമാർക്കും, സഹോദരന്മാർക്കും, എൻ്റെ ചേട്ടന്മാർ കുറേ പേരുണ്ട്. ഡോക്ടേഴ്സ് എൻ്റെ ചേട്ടനെ പോലെയാണ് അദ്ദേഹം. ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിലും അത്ര സ്നേഹമാണ്. മീരാജി, അങ്ങനെ കുറേ പേര്, എൻ്റെ മോള് ദിവ്യ മോള്, ദീപ മോള്, അങ്ങനെ എല്ലാവരും, കുറേ മക്കൾ എല്ലാവരും ഉണ്ട്, കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, ഐ ലവ് യു.